ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി വീണ്ടും പോവാണ്. അപ്പോൾ ഞാൻ പ്ലാനറും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം 11:03 ഞാൻ ഇവിടെ എൻ്റെ കലണ്ടറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നോട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദിവസമുണ്ട്? 10 ദിവസമോ 9 ദിവസം അങ്ങോട്ടേ ഉള്ളൂ. 1 2 3 4 5 6 7 8 ദിവസമോ? 2 3 4 5 6 7 8 ദിവസം കൂടെ കഴിഞ്ഞാൽ ബോർഡ് എക്സാമാണ്. അപ്പോൾ ഇത് 6-ാം തീയതിയാണ്. ഇപ്പോൾ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്ന ദിവസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇനി എനിക്ക് പോയി പഠിക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു എക്കണോമിക്സ് തീർക്കാമെന്ന്. എക്കണോമിക്സ് റിവിഷൻ പെർസ്പെക്റ്റീവിൽ എനിക്ക് തീർക്കണം. പിന്നെ എനിക്ക് തീർക്കാനുള്ള പിന്നെ ഇന്നെനിക്ക് ജോഗ്രഫീൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റർ റിവൈസ് ചെയ്യണം. എക്കണോമിക്സിന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിവൈസാണ് ചെയ്യേണ്ടത്. പിന്നെ എന്താ ചെയ്തേക്കുന്നത്, കാർബൺ ആൻഡ് ഹെറിഡിറ്റി ചാപ്റ്റർ റിവൈസ് ചെയ്യണം. ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ എനിക്കിതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിന്ന്. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോഷ്യലിലാണ്. കാരണം സോഷ്യലിന് കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ സാൻസ്ക്രിറ്റ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദിക്കാർക്ക് ഗ്യാപ്പ് ഡേയ്സ് ഉണ്ട്. 4 ദിവസമുണ്ട്, ഞങ്ങൾക്ക് 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സോഷ്യലിന് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കണം. പിന്നെ സാൻസ്ക്രിറ്റിന് ആകെ 1 ദിവസമേ ഉള്ളൂ. അപ്പോൾ സാൻസ്ക്രിറ്റും അതുപോലെ തന്നെ സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. സയൻസിന് എല്ലാവരെയും പോലെ തന്നെ 5 ദിവസം. പിന്നെ ഇംഗ്ലീഷിന് ഞാൻ അവസാനത്തെ 3 ദിവസം ഇരുന്ന് പഠിക്കാനാണ് വിചാരിക്കുന്നത്. പേപ്പർ സോൾവ് ചെയ്യാനേ എനിക്കുള്ളൂ. പിന്നെ ഞങ്ങളുടെ മാഡം കുറേ PDFs അയച്ചിട്ടുണ്ട്. മൈൻഡ് മാപ്പും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും സാമ്പിൾ പേപ്പറും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ബുക്കോ അങ്ങനെ ഒന്നും എടുക്കാത്തത്. മാഡം അയച്ചേക്കുന്നത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല സാധനമാണ്. സ്റ്റഡി മെറ്റീരിയൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നോക്കിയാൽ മതി. നിങ്ങൾ KVയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. KVSൻ്റെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ടീച്ചേഴ്സ് തരും. സോ അത് നോക്കി പഠിക്കുക, അത് വളരെ നല്ലതാണ്. പിന്നെ മാത്സും AIക്കും നമുക്ക് ഓൾറെഡി ദിവസമുണ്ട്. നിങ്ങൾ സാൻസ്ക്രിറ്റ് എടുത്തേക്കുന്നതിന് നിങ്ങൾക്കറിയാം 13 ദിവസമാണ് നമുക്ക് പഠിക്കാനായിട്ട് മാത്സ്. AIക്ക് എല്ലാവരും പോലെ 8 ദിവസമുണ്ട് എല്ലാവർക്കും പഠിക്കാനായിട്ട്. സോ അത് മതിയാവും. അപ്പോൾ കൂടുതൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് സോഷ്യലിനാണ്. സോഷ്യലിൽ എനിക്ക് കുറേ റിവൈസ് ചെയ്യാനും പഠിക്കാത്ത സബ്ജക്ട്സ് ഉണ്ട്. അത് എനിക്ക് ജോഗ്രഫിയിലാണ് പഠിക്കാത്തുള്ളത്. അവസാനത്തെ ചാപ്റ്റേഴ്സിലുള്ള മിനറലാണ് എനിക്ക് പഠിക്കാത്തുള്ളത്. അഗ്രികൾച്ചറും ഞാൻ പഠിച്ചിട്ടില്ല. 2 എണ്ണം എനിക്കുണ്ട്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് എപ്പോഴും എക്സാമിന് പോകുന്നത് 2 ചാപ്റ്ററിൻ്റെ. അല്ലാണ്ട് എനിക്ക് ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. സോ എനിക്ക് ആ 2 ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ പിന്നെ മാപ്പ് റിവൈസ് ചെയ്യാനുള്ളത് ഞാൻ വിചാരിച്ചു സോഷ്യൽ എക്സാമിൻ്റെ തലേ ദിവസത്തെ ടൈമിൽ നോക്കിയാൽ മതി. കാരണം അല്ലാണ്ട് എനിക്കിപ്പോൾ ഞാനിത് പഠിച്ചിട്ട് എനിക്ക് ആ ടൈമിൽ ഞാൻ ഓർത്ത് വയ്ക്കില്ല. എനിക്ക് എക്സാമിൻ്റെ സമയത്തിലേക്ക് അവസാനത്തെ ആ ഒരു ഡേ നമുക്ക് മാപ്പ് നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാപ്പ് എനിക്കത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മാപ്പ് എനിക്ക് എയർപോർട്ട് സീപോർട്ട് കാണാപ്പാടാണ്. സോയിലും കാണാപ്പാടാണ്. പിന്നെ എനിക്കുള്ള കുറച്ച് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, കോൺഗ്രസ് സെക്ഷനും അങ്ങനത്തെ ഐറ്റംസൊക്കെ, അതൊക്കെ എനിക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഉള്ള ജോഗ്രഫിയിലെ മേജർ പോർഷൻസ് മാപ്പിൽ എൻ്റെ ഓൾറെഡി ക്ലിയർഡാണ്. കാരണം ജോഗ്രഫിയിലെ മാപ്പ് പോർഷൻ മാഡം പഠിപ്പിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് മൊത്തം മനസ്സിലായതാണ്. എൻ്റെ ബുക്കിലുണ്ട് പ്രോപ്പറായിട്ട് മാപ്പ് വരച്ചിട്ട് അത് ചെയ്തേക്കുന്നതൊക്കെ. എൻ്റെ മാപ്പൊക്കെ നിങ്ങളൊന്ന് കാണണം ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പഠിക്കാൻ തുടങ്ങാം. ഈ ഒരു ടേബിൾ ഹാളിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഹാളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാലേ ഒരു ഇതുണ്ടാവുള്ളൂ. ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചാപ്റ്റർ എനിക്ക് റിവൈസ് ചെയ്ത് തീർക്കണം. ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇത് റിവൈസ് ചെയ്ത് തീർക്കണം. ഇത് റിവൈസ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒരു സമാധാനം കിട്ടും. ഞാൻ വിചാരിക്കുന്നു ജോഗ്രഫിക്ക് നോട്ടൊന്നും വേണ്ട, ടെക്സ്റ്റ് ബുക്ക് തന്നെ മതിയാവും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. ഈ ചാപ്റ്റർ എനിക്ക് ഓൾറെഡി അറിയാവുന്നതായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഭയങ്കര ചെറുതാണ്. സെക്കൻഡ് ചാപ്റ്ററും വേഗം തീരും. എക്കണോമിക്സ് ഞാൻ നോട്ട് നോക്കിയിട്ട് തന്നെ തീർക്കാൻ പോകുന്നത്. എൻ്റെ നോട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ നോട്ടാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ നോട്ട് നോക്കിയിട്ടേ തീർക്കുള്ളൂ. ടെക്സ്റ്റ് ഞാൻ ചുമ്മാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഇൻ കേസ് എനിക്ക് വല്ലതും വേണമെങ്കിൽ ടെക്സ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ടെക്സ്റ്റും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊളിറ്റിക്സ് ആയിട്ടിരിക്കുന്നത് എങ്ങാനും എൻ്റെത് ഫുൾ എനിക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കോർ 100 ഇരിക്കുന്നത്, സ്കോർ 100-നകത്ത് മറ്റേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ചാപ്റ്റർ വൈസ്
ചീറ്റ് ഷീറ്റ്സൊക്കെ ഉണ്ടല്ലോ, റിവിഷൻ ചീറ്റ് ഷീറ്റ്സൊക്കെ. അപ്പോൾ അതെനിക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലും കുറച്ച് നോക്കി തീർക്കാൻ പെട്ടെന്ന് ഈ ചാപ്റ്റർ എനിക്ക് തീർക്കണം. ആൻഡ് ലൈഫ് ലൈൻസ് ഓഫ് ദ നാഷണൽ എക്കോണമി ഇല്ലല്ലോ, അത് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് മാപ്പിനോ അങ്ങനെ കണ്ടേ ഉള്ളൂ. ആ ചാപ്റ്റർ ഇതുവരെയും ഞാൻ പഠിച്ചിട്ടില്ല. ആൻഡ് ഇതുവരെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ അത് തീർക്കണം. പിന്നെ ഇവിടെ ഇതിനകത്ത് എന്താ കോൺസെപ്റ്റ് മാപ്പ് ഉണ്ട്. ആൻഡ് അതും നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ സോഷ്യൽ വേണ്ടിയിട്ട് കുറേ റിസോഴ്സസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സ്കൂളിൽ നിന്ന് വന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അത് PDF ആയിട്ടാണുള്ളത്. പിന്നെ അല്ലാണ്ട് എൻ്റെ കയ്യിൽ തന്നെ പഴയൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അത് ബുക്കായിട്ട് തന്നെയാണ് എൻ്റെ ഉള്ളത്. അപ്പം അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മാത്രം മതി എന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സമയം ഇവിടെ 11:09 നമുക്ക് പഠിക്കാം. ഇനിയെങ്കിലും ഞാൻ പഠിക്കാറില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് പഠിക്കാം. ഫോൺ എന്തായാലും ഞാൻ മാറ്റി വയ്ക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും. പിന്നെ എന്തായാലും എനിക്കിന്ന് നെറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഫോൺ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. എനിക്ക് വലിയൊരു വീഡിയോ ഒന്ന് എടുക്കണമെന്നുണ്ട്. വലിയൊരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യലിൻ്റെ സിലബസ് സർക്കിൾ, സയൻസിൻ്റെ സിലബസ് സർക്കിൾ, അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഗൈസ് 2-3 ദിവസത്തെ കോമ്പിനേഷനാണ് ഈ വീഡിയോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ള മടിയായതുകൊണ്ടും കൂടെയൊക്കെയാണ് ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ 2 ദിവസമായി തോന്നുന്നു, 2-3 ദിവസമായിക്കാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് 2-3-4 ദിവസത്തെ കോമ്പിനേഷനാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യലിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ എനിക്ക് ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്റർ NCERT റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ചാപ്റ്റർ എങ്ങനെയും തീർക്കണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എക്കണോമിക്സ് എടുത്തു. എക്കണോമിക്സ് അന്ന് തന്നെ ഫുൾ റിവൈസ് ചെയ്തു. ഞാൻ ഓൾറെഡി പഠിച്ചതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പർ നോട്ട്സും ഉണ്ട് എൻ്റെ കയ്യിൽ. പെട്ടെന്ന് എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എക്കണോമിക്സ്. ആ ഒരു ദിവസം കൊണ്ട് തന്നെ എക്കണോമിക്സ് ഞാൻ തീർത്തു. എക്കണോമിക്സ് സത്യം പറഞ്ഞാൽ ഈസിയാണ്. നമുക്ക് പഠിച്ചാൽ അത്യാവശ്യം മനസ്സിലാവുകയൊക്കെ ചെയ്യും. വലിയ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമൊന്നും ഈ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്തോളൂ. അതിനകത്തായിരിക്കും ഞാൻ ഫ്രീ റിസോഴ്സസും നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല, ടെലിഗ്രാം ചാനലുള്ള കാര്യം അറിയത്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയും ലിങ്ക് കൊടുക്കാം. ഞാൻ മിക്ക വീഡിയോയുടെ താഴെ ഇപ്പോൾ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ കൊളാബറേഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എൽസ ആയിട്ടുള്ള ഫസ്റ്റ് കൊളാബറേഷനാണ്. ഞാൻ സംസാരിച്ചിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കൊളാബ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് ഞാൻ ചെയ്തു. ആൻഡ് പുള്ളിക്കാരി നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സക്സസ്ഫുള്ളി അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ വീഡിയോ ഞാൻ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് കമൻറ്റ് ചെയ്യാൻ ഞാൻ മറന്നു. ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ വിട്ടുപോയിരിക്കുകയായിരുന്നു അത്. ഞാൻ എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഫെയർവെല്ലൊക്കെ ആയിരുന്നു. ഫെയർവെൽ എന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് ഡേ ആയിരുന്നു. അത് ഭയങ്കര ഇനി ഇവരെ എപ്പോൾ കാണുമെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ സങ്കടപ്പെട്ട് കുറേ കരഞ്ഞു. ആൻഡ് ആ ഒരു 10th ആ ഒരു ലൈഫ് എൻഡായിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നല്ലപോലെ. പിന്നെ പലരും പലയിടത്തായിരിക്കും. ഞാൻ എന്തായാലും ആ സ്കൂളിൽ നിൽക്കില്ല. ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറുകയാണ്. ഞങ്ങളുടെ KV2 ഞാൻ മാറുകയാണ്. വേറെ സ്കൂളിലേക്ക് ഞാൻ പോവാണ്. KV തന്നെയാണ് ഞാൻ പോകുന്നത്, പക്ഷേ KV2 അല്ല. KV2 ഞാൻ മാറുകയാണ്. എറണാകുളത്ത് തന്നെ വേറൊരു സ്കൂളിലേക്കാണ് ഞാൻ മാറാൻ പോകുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ KV2 എന്തായാലും ഞാൻ മാറാൻ പോവാണ്. പിന്നെ ഈ ഒരു ക്ലിപ്പിൽ എക്കണോമിക്സിന് ശേഷം ഞാൻ എടുത്തത് സയൻസ് ആയിരുന്നു. സയൻസിൽ ഹെറിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെറിഡിറ്റി തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹെറിഡിറ്റി ഞാൻ ആ ദിവസം തീർത്തിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഞാൻ റിവൈസ് ചെയ്തു. കാരണം എനിക്ക് ആ ടൈമിൽ സോഷ്യലിൽ നിന്ന് വേറെ സബ്ജക്റ്റിലേക്ക് എടുത്തപ്പോഴേക്കും ആ സബ്ജക്റ്റ് കുറച്ച് അധികം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ തീർക്കുന്നുണ്ടായിരുന്നു ഹെറിഡിറ്റിയിലെ മിക്ക പോർഷൻസും. അതിനുശേഷം ഞാൻ മാറി കിടന്നിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ കേട്ടോ. ഇത് ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ലെക്ചർ കേട്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തു. റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് തീർത്തു. ഞാൻ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ലെക്ചർ കേൾക്കുന്നതും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും അതൊന്ന് കേൾക്കണമെന്ന് തോന്നി. കാരണം ഒത്തിരി നാളെ ഞാൻ ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ കേട്ടു. അതുപോലെ തന്നെ NCERTയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി.
ആൻഡ് ഈ പ്രാവശ്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത ബുക്കിൽ എൻ്റെ ലെക്ചറിലെ നോട്ടും ടെക്സ്റ്റ് ബുക്കും ആ വീഡിയോയിലുള്ളതെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ആ നോട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 ചാപ്റ്റർ ആ ഒരു ദിവസം തീർക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് നാഷണലിസം ഇൻ ഇന്ത്യ പകുതിയോളം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴും പകുതി ലെക്ചർ ബാക്കി കിടക്കുകയാണ്. എനിക്കത് കേൾക്കണം. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ പോയിട്ട് അത് കേൾക്കാനുള്ളതാണ്. അപ്പോൾ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് നോക്കുകയാണ് എത്രത്തോളം എനിക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ 3rd ചാപ്റ്ററിൽ ആകെ ഇച്ചിരി ഉള്ളൂ. പിന്നെ 4th ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള 5th ചാപ്റ്ററാണ് പ്രിൻ്റ് കൾച്ചർ. ആ ഒരു ചാപ്റ്റർ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് എപ്പോഴും എല്ലാ എക്സാമിന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബോർഡ് എക്സാം നമുക്കെന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ലെക്ചർ കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ ഏതാണെന്നൊക്കെ കമ്മിങ് അപ്പ് വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഞാൻ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയോ അത്ര വരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നാഷണലിസം ഇൻ ഇന്ത്യയാണ് എന്നത് എഴുതാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഈ ലെക്ചർ കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടത് പഡ്ലെ അക്ഷയ് ചാനലിലെ സാറിൻ്റെ പേര് വന്നതെല്ലാം ഒരു സാറുണ്ട്, പുതിയ സാറുണ്ട്, ആനിമേറ്റഡ് വീഡിയോസ് ഇടുന്നതാണ് ആ ഒരു ചാനലിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ആ ഒരു ആ ഒരു വീഡിയോ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ലെക്ചർ കേട്ടപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ തന്നെ റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ചാപ്റ്റർ ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. 3rd ചാപ്റ്ററിൻ്റെ വീഡിയോയും സാർ ഇട്ടിട്ടുണ്ട്. 5th ഇട്ടിട്ടില്ല. 5th ഇനി ഇടാനുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ മിക്കതും ഇടാനുണ്ട്. എക്കണോമിക്സ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൊളിറ്റിക്സിലാണ്. പൊളിറ്റിക്സിലും ഒരു ലാസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഇടാനുള്ളൂ. ജോഗ്രഫിയിൽ കുറേ ചാപ്റ്റർ ഇടാനുണ്ട്. എക്കണോമിക്സ് തീർത്തു. ആൻഡ് ഹിസ്റ്ററി ഒരു ചാപ്റ്റർ. അങ്ങനെയാണ് ആ ഒരു ചാനൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫുൾ നോട്ട്സ് ഉള്ളത് സാറിൻ്റെ ചാനലിൽ നിന്ന് തന്നെ കേട്ടോ. ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് സാറിൻ്റെ ചാനലിൽ നിന്നാണ്. സാറിന് പഠിപ്പിക്കുന്നത് കണ്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് സോഷ്യൽ സാറിൻ്റെ അടുത്താണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന ഒരാളാണ് ക്രിയേറ്റീവ് ലേണിങ്ങിലെ കൃതി മാഡം. പുള്ളിക്കാരുടെ ബുക്കാണ് എൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാനിത് തീർക്കാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ എൻ്റെ ടേബിളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നത്. അവിടെ 2 വാച്ചും എൻ്റെ അല്ല കേട്ടോ. ഒരെണ്ണം അമ്മയുടെ, ഒരെണ്ണം എൻ്റെ. പിന്നെ എൻ്റെ ബ്രേസ്ലെറ്റ് ഇരിപ്പുണ്ട്, ബുഷ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് സ്കോർ 100. പിന്നെ താഴെ ജോഗ്രഫി ടെക്സ്റ്റാണ്. എനിക്ക് ജോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ തീർക്കണമെന്നുണ്ടായിരുന്നു അന്ന്, പക്ഷേ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു ദിവസം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിസ്റ്ററിയാണ്. പിന്നെ ഞാൻ എന്തോ പഠിച്ചു, അത് ഈ വീഡിയോയുടെ അവസാനം വല്ലതും കാണുമായിരിക്കും. അപ്പോൾ ഞാൻ പറയാം എന്താ ഞാൻ പഠിച്ചതെന്ന്. എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ അന്നൊക്കെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ രാവിലെ എന്നിട്ട് പഠിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. അതിന് മുമ്പേ നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ ഈ കേക്ക് എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേക്ക്. അപ്പോൾ ഈ കേക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഈ കേക്ക് എടുത്ത് കഴിച്ചു. നല്ലൊരു പ്രോപ്പർ ഷോട്ട് എടുക്കാൻ നോക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെ കാണിച്ചേക്കാം എന്ന് തോന്നി. ആൻഡ് ഈ കേക്ക് വലിയ സുഖം ഉണ്ടായില്ല, എന്തായാലും കഴിക്കും. നമ്മൾ വിശക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് വാങ്ങിച്ച കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരെണ്ണം ഒരു ദിവസം അടുത്ത ദിവസം ആ ഒരു 2ാമത്തെ കേക്കും കഴിച്ചു. ആൻഡ് ഇവിടെ നാഷണലിസം ഇൻ ഇന്ത്യ ചാപ്റ്റർ ഞാൻ ലെക്ചർ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഡെയിലി ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് ബിസ്ക്കറ്റ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണം. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അത്രത്തോളം വിശക്കും, അത്രത്തോളം എനിക്ക് എന്തെങ്കിലും കഴിക്കാനും തോന്നും. പിന്നെ കുറേ സ്ട്രാറ്റജീസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ സോഷ്യലിനോ സയൻസിനൊക്കെ ആയിട്ട്. സയൻസ് നിങ്ങൾ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് സയൻസിൽ. മാക്സിമം പെട്ടെന്ന് തീർക്കുക, ഫുൾ സിലബസ് തീർത്തിട്ട് ഈ ബാക്കിയുള്ള ഗ്യാപ്പ് ഡേയ്സിൽ സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാൻ നിൽക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. സാമ്പിൾ പേപ്പറും പ്രീവിയസ് ഇയറും സോൾവ് ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ പ്രോപ്പർ റിവിഷനും എടുക്കുക. എങ്ങനെയെങ്കിലും നിങ്ങളിത് തീർക്കുക. ലെക്ചർ കണ്ടിട്ടായാലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് തീർക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് തീർക്കുകയും ചെയ്തു ഞാൻ. ഇനിയുള്ളത് സോഷ്യലിന് നിങ്ങൾ അതുപോലെ തന്നെ ലെക്ചർ കേട്ട് തീർക്കുക. എത്രയും പെട്ടെന്ന് തീർക്കുക. നിങ്ങൾ സാൻസ്ക്രിറ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തീർക്കുക. കാരണം 2 ദിവസം ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പോൾ എത്രയും വേഗം ആ ഒരു സോഷ്യൽ തീർക്കുക. ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ എവിടെയോ എന്തോ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആൻഡ് വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഈ ക്യാമറയ്ക്ക് എനിക്ക് ട്രൈപോഡിന് ഇടയ്ക്ക് എന്താ പറ്റുന്നത് എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതാവുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ലെക്ചർ ഫർദർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ടെക്സ്റ്റും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഇതായി പോകുന്നുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് വീണ്ടും ടെക്സ്റ്റ് വായിക്കാനായിട്ട് വേറെ സെപ്പറേറ്റ് ടൈമൊന്നും കണ്ടെത്താണ്ട് ഒരുമിച്ച് തന്നെ അത് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് ചെയ്യാനും പറ്റത്തില്ല. ടെക്സ്റ്റ് വായിക്കാനായിട്ട് സെപ്പറേറ്റ് സമയം കൊടുത്താൽ ശരിയാവില്ല. പിന്നെ ഈ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടെക്സ്റ്റ് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിനി ഇടയ്ക്കെങ്ങാനും ടെക്സ്റ്റ് ഇനി വായിക്കാൻ വരികയാണെങ്കിൽ അത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച ടെക്സ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷനൊക്കെ സാറ് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ടെക്സ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വീഡിയോ ഇടുന്നത്. ഞാൻ ഇത്ര നാളായി ഇട്ടിരുന്ന വീഡിയോ ഒക്കെ 6 മിനിറ്റ് 5 മിനിറ്റ് 11 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ വരുന്നുണ്ട്. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബോർഡ് എക്സാമിന് ഇനി 6 ദിവസം കണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ സ്റ്റഡീസിന് പ്രയോറിറ്റി കൊടുക്കേണ്ട ടൈമാണ്. എന്നാലും ഞാൻ 2-3 ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ. എൻ്റെ സംസ്കൃത ട്യൂഷനിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് വന്നതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓൾറെഡി ഇത്രയും ക്ലിപ്പ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത്. എൻ്റെ അത്രത്തോളം ക്ലിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്ര നല്ല ലെങ്ത്തിൽ വന്നത് വീഡിയോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ കിടപ്പുണ്ടാവും. പിന്നെ ആ കൺസിസ്റ്റൻസി മൊത്തത്തിൽ അങ്ങോട്ട് ബ്രേക്കായി പോവും. ഇന്നും കൂടെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നല്ല ബോറാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ടെലിഗ്രാം ചാനലിൽ ഞാൻ സോഷ്യലിൻ്റെ ജെൻഡർ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചാപ്റ്ററിലെ സോഷ്യൽ തന്നെ ജെൻഡർ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പിന്നെ ഏതൊക്കെ ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അത് PDF ആയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കാം. പക്ഷേ അപ്ലോഡ് ആക്കാനായിട്ട് ടൈം എടുക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. എനിക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത്, എനിക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ എന്തായാലും എടുത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് മിക്കവാറും 2-3 ദിവസത്തെ വീഡിയോ ഒറ്റയടിക്കായിരിക്കും മിക്കവാറും കിട്ടുന്നത്. 2-3 ദിവസം വീഡിയോ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇടും. അതും ഗ്യാപ്പ് ഉണ്ടാവും എൻ്റെ വീഡിയോയ്ക്ക് മിക്കവാറും. ഇനി മുതൽ 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ബോർഡ് എക്സാം അടുത്തടുത്ത് വരികയാണ്. ഇനി ഒരാഴ്ച പോലും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ സ്റ്റഡീസിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. സ്റ്റഡീസിൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം. സ്റ്റഡീസ് മാത്രമായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവേണ്ടത്. കാരണം ഈ ഒരു മാസം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മാസം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വെക്കേഷനും കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് നമുക്ക്. കുറേ അടിച്ചു പൊളിക്കാനൊക്കെ അതിനുള്ള വെക്കേഷൻ ടൈമൊക്കെ കിട്ടുന്നതാണ്. എനിക്ക് അടിച്ചു പൊളിക്കാനൊന്നും വേണ്ട. എനിക്ക് എൻ്റെ കട്ടിലേ ഒന്ന് കയറി കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. കാരണം നല്ല ടയർഡാവുന്നുണ്ട്. ഈ ട്യൂഷൻ സ്കൂള് എല്ലാം ആയിട്ട്. ഇനി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കുറച്ച് മുമ്പ് കാണിച്ച ആ പേന എൻ്റെ ടീച്ചർ ഗിഫ്റ്റ് തന്നെയാണ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നതിന്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മാഡത്തിനെ. അപ്പോൾ മാഡത്തിനെ പിരിയുന്നതിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. അപ്പോൾ ഞങ്ങൾക്ക് 10th കിട്ടിയ ടീച്ചേഴ്സ്മാരൊക്കെ അടിപൊളിയാണ്. സയൻസിൻ്റെയും സോഷ്യലല്ല, സയൻസിൻ്റെയും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ടീച്ചേഴ്സൊക്കെ അടിപൊളി. സാൻസ്ക്രിറ്റിൻ്റെയും ഇത്രയും ടീച്ചേഴ്സ്മാരൊക്കെ അടിപൊളിയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലപോലെ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവരെ 4 പേരെ നന്നായിട്ട് മിസ് ചെയ്യും. സയൻസും മാത്സും സാൻസ്ക്രിറ്റും ഇംഗ്ലീഷും നന്നായിട്ട് മിസ് ചെയ്യും. കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കൊണ്ട് പിന്നെ ഇത്ര നാളുണ്ടായിരുന്ന ഫ്രണ്ട്സ്, എനിക്ക് 1 തൊട്ട് 10 വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യാൻ പോവാണ്. പിന്നെ നിങ്ങൾ 10th ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല പ്രഷ്യസ് ആണ്. പിന്നെ എൻ്റെ ക്ലിപ്പിൽ എൻ്റെ വീഡിയോയിൽ എൻ്റെ ക്ലിപ്പില്ലാണ്ട് പറ്റുമോ? അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത്ര നാളെ എൻ്റെ ക്ലിപ്പൊന്നും എൻ്റെ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാത്തതാണ്. പിന്നെ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ക്ലിപ്പൊക്കെ ഇന്നത്തെയാണ്. ഈ ഒരു തൊട്ട് ആണ് എൻ്റെ ഇന്നത്തെ ക്ലിപ്പ്. ആൻഡ് ഇംഗ്ലീഷ് ഞാൻ പഠിച്ചേക്കാമെന്ന് വിചാരിച്ച ഡിയർ ഡിപ്പാർട്ട്മെൻറ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. ജൂലിയസ് സീസർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തത്. ബാക്കിൽ നിന്നൊന്ന് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലെ മിക്ക ചാപ്റ്റേഴ്സ് എൻ്റെ കംപ്ലീറ്റ് ആണ്. എനിക്ക് ഓൾറെഡി എല്ലാം അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു ചാപ്റ്റർ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു സമ്മറി പോലെ എനിക്ക് അറിയാവുന്നതൊക്കെ ഈ ഒരു പോർഷനിലങ്ങ് എഴുതി വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇനിയും എഴുതാനുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഞാൻ വായിച്ചു. പിന്നെ ഒരു ലെക്ചർ കേട്ടിട്ടാണ് ഈ മനസ്സിലായത് ഈ ചാപ്റ്റർ മൊത്തത്തിൽ മലയാളത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചാപ്റ്ററിൻ്റെ പേര് എഴുതി മലയാളം അടിച്ചു കൊടുത്തപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ഫസ്റ്റ് വീഡിയോ ഞാൻ ഇരുന്ന് കണ്ടു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു സമ്മറി പോലെ ഈ ഒരു ഇതിനകത്ത് എഴുതാമെന്ന് വിചാരിച്ചു, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ ട്രൈപ്പോഡ് നിങ്ങളെ കാണിച്ചു തന്നു. ട്രൈപ്പോഡ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും കാണിക്കാത്തൊരു സൈറ്റാണല്ലോ. അപ്പോൾ എൻ്റെ ഈ ട്രൈപ്പോഡ് ഞാൻ കാണിച്ചിരുന്നു.
ഈ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മിക്ക വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. മിക്ക വീഡിയോ എന്നല്ല, എൻ്റെ എല്ലാ വീഡിയോ ഈ ഒരു ട്രൈപോഡിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, എൻ്റെ ലോങ് വീഡിയോ ഫുള്ള്. ആൻഡ് എൻ്റെ ആവശ്യമുള്ള ഐറ്റംസൊക്കെ എൻ്റെ പൗച്ചിൽ നിന്നൊക്കെ എടുത്ത് വെച്ച് പ്രോപ്പറായിട്ട് ഇരുന്നങ്ങോട്ട് പഠിക്കുകയാണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിലൊന്നാണ് ഇംഗ്ലീഷ്. കാരണം എന്നെ പഠിപ്പിച്ച മേഡം അടിപൊളിയായിരുന്നു ഇംഗ്ലീഷിൽ. എനിക്കെല്ലാം കോൺസെപ്റ്റും പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. അതിൽ കൈൻഡ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു മാഡം. അപ്പോൾ മാഡത്തിനെ മിസ് ചെയ്യുന്നതാണ് ഞങ്ങൾ 10th മിക്കവർക്കും ഏറ്റവും സങ്കടം. അപ്പം ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ റീഡിങ്ങിനിരുന്നു. ഞാൻ ആദ്യം കട്ടിൽ നിന്ന് പഠിക്കാൻ വിചാരിച്ചു, പിന്നെ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടേബിളിലേക്ക്. ആൻഡ് ആ ഒരു ദിവസം തന്നെ എൻ്റെ അമ്മ എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ.